അതൊക്കെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, ആഗോള അയ്യപ്പ സംഗമത്തിന് കൃത്യം 5 ദിവസം മുമ്പാണ് ഈ ആരോപണം വരുന്നത്. അയാളുടെ കയ്യിലതുണ്ടല്ലോ, അയാൾക്കത് അറിയാമല്ലോ. എന്നിട്ടും അയാൾ എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? അതുകൊണ്ടല്ലേ സ്വർണ്ണക്കള്ളന്മാർ എന്ന് ഞങ്ങൾ ആക്ഷേപം കേട്ടത്, ഈ ബോർഡ് ആക്ഷേപം കേട്ടത്. ആ നഷ്ടപ്പെട്ടു പോയ മാനത്തിന്, അഭിമാനത്തിന് ആര് സമ്മാനം പറയും? എന്തൊക്കെയായിരുന്നു ഇവിടെ? ഫ്രണ്ടിലല്ലായിരുന്നു വാർത്ത, എല്ലാം പത്രങ്ങളും. നിങ്ങളെല്ലാം പ്രൈം ന്യൂസിലല്ലേ ഇത് കൊടുത്തത്? അത് നിങ്ങളെ ഞാൻ പറയുന്നില്ല, ഒരാളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായും അയാൾക്കത് അറിയാമായിരുന്നു അയാളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന്. അയാളുടെ കയ്യിലോ അയാളുടെ സഹായിയുടെ കയ്യിലോ എന്തായാലും അയാളുടെ കയ്യിലുണ്ടല്ലോ ഈ സാധനം. അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണല്ലോ ഇത് പിടിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ആസൂത്രിതമായി കൽപ്പിച്ച് കൂട്ടി ദേവസ്വം ബോർഡിനെ പഴിചാരിയ അദ്ദേഹത്തിനെതിരെ വലിയ അന്വേഷണം വേണം. പറഞ്ഞല്ലോ ഞാൻ. അല്ല, വരട്ടെ, നമുക്ക് എന്തായാലും ഇപ്പോൾ കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കാരണം പിന്നെ വിജിലൻസ് SP കോടതി നിയോഗിച്ച പ്രകാരമാണല്ലോ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതെല്ലാം കോടതിയിൽ കൊടുക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ഇത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ കൃത്യമായ രേഖകളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇയാൾ ഇത് ഈ എയറിൽ പറയുന്നത് വരെ സത്യത്തിൽ ഞങ്ങൾ അപ്പോഴല്ലേ അറിയുന്നത്. ഞങ്ങൾ കെട്ടിപ്പോയില്ലേ, അപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു പീഡ ഉണ്ട് എന്നുള്ള കാര്യം. അതുവരെ ഞങ്ങൾക്കറിയില്ലല്ലോ. പക്ഷെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ വളരെ കൃത്യമായി മാനുവൽ പ്രകാരം, ഞങ്ങളുടെ തിരുവാഭരണ കമ്മീഷണർ വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ്. അയാൾ കൃത്യമായി ആ രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്, വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ കോൺഫിഡൻറ്റോടുകൂടി, ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിന്നത്. അപ്പം അതുകൊണ്ട് ഈ വ്യക്തിയുടെ പടലം അന്വേഷിക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അതൊക്കെ ഇപ്പം ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഇനി കോടതി പറയട്ടെ, കോടതിയുടെ അന്വേഷണം, കോടതിയുടെ ഉത്തരവ് പറയട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. ദേവസ്വം ബോർഡിനെ ഏൽക്കേണ്ടി വന്നത് വലിയ മാനനഷ്ടമാണെന്നാണ് പറയുന്നത്. മാധ്യമങ്ങളിലൂടെയും മറ്റും ഈ വാർത്തകൾ വന്നു. സ്വർണ്ണക്കള്ളന്മാരുടെ പേരിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ ആരോപണം ഉന്നയിച്ചയാളാണ്. കാണാനില്ല എന്ന് പറഞ്ഞു. സ്വന്തം പക്കൽ ആ പീഠങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തിന് അങ്ങനെ പറഞ്ഞു എന്നതിൽ അന്വേഷണം വേണം എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. വിദഗ്ധമായ അന്വേഷണം തന്നെ ഇതിന് പിന്നിൽ ആവശ്യമുണ്ട് എന്നും പറയുന്നു.